നമസ്കാരം. ഗാസയിൽ ആക്രമണം ശക്തമായി തുടരുന്നു. വൻ ആൾനാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിൽ മരണസംഖ്യ 50,000 കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത്. ഹമാസ് മാത്രമല്ല, യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികളും ഇസ്രയേലിനും US-നുമെതിരെ ശക്തമായ ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികൾ മധ്യ ഇസ്രയേൽ നഗരങ്ങളിൽ ആക്രമണം നടത്തി. ഇസ്രയേൽ ഗാസയിൽ ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് പ്രദേശത്തുള്ള നാസർ ആശുപത്രിക്ക് നേരെയാണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ഇസ്രയേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സർജിക്കൽ വാർഡ് കെട്ടിടം പൂർണ്ണമായും തകർന്നു. ആശുപത്രിയിലുടനീളം കനത്ത നാശനഷ്ടങ്ങളും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. രോഗികളെ ഉടൻ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. ഒരാൾ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിനിടെ ഇസ്രയേൽ ആശുപത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവും സഹായിയും കൊല്ലപ്പെട്ടതായും ഹമാസ് അറിയിച്ചു. BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹമാസിന്റെ സാമ്പത്തിക കാര്യ മേധാവി ഇസ്മയിൽ ബർഹുമാണ് കൊല്ലപ്പെട്ടത്. 4 ദിവസം മുമ്പുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇസ്മയിൽ. അതിനിടെയാണ് ആശുപത്രിയെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയതും ഇസ്മയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി ഹമാസ് വ്യക്തമാക്കി. ഖാൻ യൂനിസിലെ പ്രധാന ആശുപത്രിയാണ് ഇസ്രയേൽ ആക്രമിച്ച് തകർത്തത്. അതിനിടെ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമായി. നെതന്യാഹു നിരപരാധികളായ നിരവധി പേരെയാണ് കൊന്നൊടുക്കുന്നത്. തന്നിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് അദ്ദേഹം യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കും, അതിനാലാണ് അദ്ദേഹം യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഈ യുദ്ധം തടയാൻ ചൈനയും റഷ്യയും മറ്റ് നിരവധി പലസ്തീൻ അനുകൂല രാജ്യങ്ങളും ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലും കൊണ്ടുവന്നു. വെടിനിർത്തലിനിടെ ഹമാസ് 23 ബന്ദികളെയും 8 പേരുടെ മൃതദേഹങ്ങളും കൈമാറി. വെടിനിർത്തലിന്റെ പ്രധാന ലക്ഷ്യം ഗാസയിലേക്ക് സഹായം എത്തിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇത് 10% മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഹമാസ് 2ാം റൗണ്ട് ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചു. 2ാം ഘട്ട വെടിനിർത്തൽ 34 ബന്ദികളെ മോചിപ്പിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി. പകരമായി ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. സ്ഥിരമായ വെടിനിർത്തലും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്നാൽ ഇസ്രയേൽ ചർച്ചകൾക്കെത്തിയില്ല. പകരം മാർച്ച് 18-ന് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുന്നതായി അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ ഗാസയിൽ വ്യോമാക്രമണവും നടത്തി. ഇതിൽ 100 കണക്കിന് ആളുകളാണ് മരിച്ചത്. അങ്ങനെ യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഗസയിൽ കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ സേന മുന്നോട്ട് പോവുകയാണ്. മരിച്ചവരുടെ എണ്ണം 50,000 കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.